നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ചൈനയുടെ ഒരു ഐറ്റമാണ്, മൈക്കാണ് കേട്ടോ. നമ്മൾ ഫോണിലോ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഏത് വീഡിയോ ഇങ്ങനെ ക്യാമറയിലൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ മൈക്കിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് കുത്തിയിട്ടെടുക്കുന്ന ഡുവൽ മൈക്ക് സെറ്റപ്പാണ്. ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. 3 ടൈപ്പ് പോർട്ടുകളുണ്ട് കേട്ടോ. USB ടൈപ്പ് സി ഉണ്ട്, പിന്നെ ഐഫോണിൻ്റെ പോർട്ടുണ്ട്, പിന്നെ അതുകൂടാതെ തന്നെ 3.5mm ജാക്കും ഉണ്ട്. ഇതിന് വരുന്നത് 650 രൂപയാണ്. ഇത് ചൈന ആയതുകൊണ്ട് തന്നെ പേര് എന്ത് വേണമെങ്കിൽ പറയാം, ചെയ്യാൻ ചുവന്നോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. 650 രൂപ. തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ സെറ്റപ്പുകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വയർലെസ് മൈക്രോഫോണിന് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. 20 മീറ്റർ വരെ ഇതിന് ആക്സസ് ഉണ്ട്. പിന്നെ പ്രിസൈസ് റേഡിയോ, വൈഡ്ലി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. റേഡിയോ ഉണ്ടോ ഇതിൽ നോക്കട്ടെ. തുറക്കുമ്പോൾ ഇങ്ങനെയൊരു സെറ്റപ്പാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്കിൻ്റെ നമ്മളുടെ അറ്റം 2 ഉണ്ട്. അതുപോലത്തെ കണ്ടില്ലേ, 2 ഉണ്ട്. ഇതിന് സൈഡിലായിട്ട് ഒരു USB ടൈപ്പ് സി പോർട്ടുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു ക്ലിപ്പ്, പിന്നെ ഇത് നോയ്സ് റിഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്പോഞ്ച്. ഇതിങ്ങനെ ലൈറ്റ് ഇൻഡിക്കേഷനൊക്കെ വരുന്ന ഒരു സാധനം കേട്ടോ. ഇതിങ്ങനെ അമർത്തിയ സ്വിച്ചാണ്, കണ്ടോ, അമർത്തുന്ന സ്വിച്ചാണ്. അത്രയേ ഉള്ളൂ ഇതിൽ. ഇനി ഇതിൽ ഒന്നുകൂടിയുള്ള റിസീവറാണ്. നമ്മളിത് ഫോണിലോ ക്യാമറയിലോ അതല്ലെങ്കിൽ നമ്മൾ ഏത് ഗോപ്രോ പോലെയുള്ള വീഡിയോ റെക്കോർഡിംഗ് ഐറ്റംസിലെല്ലാം കുത്താൻ പറ്റിയതാണ്. ചൈനയാണെങ്കിലും ക്വാളിറ്റിക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെയല്ല, ചൈനീസിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അതുകൂടാതെ ഇതിനൊരു വയറുണ്ട്, കേബിളുണ്ട് കേട്ടോ. ഇതെല്ലാം ചാർജ് ചെയ്യാനായിട്ട് ഒരു കേബിൾ പോർട്ടുണ്ട്. USB ടൈപ്പ് സി ടു USB പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, അതും നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കേട്ടോ തന്നിരിക്കുന്നത്. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട്. ചൈനയിലാണ് കൊടുത്തിരിക്കുന്നത്. ചൈനീസ് ലെറ്ററിലായതുകൊണ്ട് തന്നെ നമുക്ക് വായിച്ചിട്ട് കാര്യമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ഇനി കേൾക്കുന്ന സൗണ്ടെല്ലാം ഇതിലായിരിക്കും. ഇതാണ് കേട്ടോ ആ റിസീവർ. ഇവിടെ സ്വിച്ച് ഉണ്ട്, ഇവിടെ ഡിസ്പ്ലേ ആണ്, ഇവിടെ പോർട്ടുകൾ 3 സൈഡിലും പോർട്ടുകൾ. പിന്നെ അതുകൂടാതെ തന്നെ ഇത് ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ വയർലെസ് ഇതെല്ലാം കൊടുക്കാൻ പറ്റിയ സെറ്റപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ മൈക്കിൻ്റെ. അതുപോലെ തന്നെയാണ് ഇതിലും ഇത് കണ്ടില്ലേ, ഡിസ്പ്ലേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ ഉണ്ട്. ഇത് മൈക്ക് റിഡക്ഷൻ റിസീവർ എല്ലാ സംഭവങ്ങളുമായിട്ട് ഇത് നല്ലൊരു ക്വാളിറ്റിയിലുള്ള സാധനം തന്നെയാണ്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് സ്വിച്ച് വരുന്നത്, ഓൺ ചെയ്യുന്ന സ്വിച്ച്. അപ്പോൾ ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ലൈറ്റ് കത്തിയിട്ടുണ്ട്, പച്ചയും ചുമപ്പും. ഒരു പച്ചയും ചുമപ്പും ലൈറ്റ് കത്തുന്നുണ്ടോ. ഇനി നമുക്ക് റിസീവർ ഓൺ ആക്കണം, അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഇതിലും അതുപോലെ തന്നെ കത്തിയിട്ടുണ്ട്. 2 ഡിവൈസും കണക്റ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് പച്ച ലൈറ്റ് കത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് രണ്ടും കണക്റ്റ് ആകുമ്പോഴാണ് പച്ച ലൈറ്റ് കത്തുന്നത്. അതുകൂടാതെ തന്നെ റെഡ് ലൈറ്റ് കത്തണേ ഡിസ്കണക്റ്റ് ആയെന്ന് അർത്ഥം. 2 മൈക്ക് ഉള്ളതുകൊണ്ട് തന്നെ 2 പേര് അറ്റ് എ ടൈം സംസാരിക്കുമ്പോൾ ഒരാൾക്ക് ഒരു മൈക്ക് കൊടുക്കാം, വേറെ ആൾക്ക് ഒരു മൈക്കും കൊടുക്കാം. ഫോട്ടോ എടുക്കുന്നവർക്ക് മാറി നിന്ന് ഫോട്ടോ എടുക്കാം. 20 മീറ്റർ വരെ സപ്പോർട്ട് ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് ഈ ഡിവൈസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോണിൽ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വരും കണക്റ്റഡ് ഡിവൈസ് എന്ന്. ഇതാണ് കേട്ടോ അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഷർട്ടിൽ താഴെ ആയിട്ടാണ് കുത്തിയിരിക്കുന്നത്, അടുത്തൊന്നുമല്ല. അപ്പോൾ എങ്ങനെയുണ്ട് ക്ലാരിറ്റി എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സൗണ്ട് ക്ലാരിറ്റി എത്രമാത്രം ഉണ്ടെന്ന്. ഇപ്പോൾ കാറ്റ് അങ്ങനെയൊന്നുമില്ല. കാറ്റുണ്ടെങ്കിൽ നമുക്ക് നോയ്സ് എത്രമാത്രം റിഡക്ഷൻ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാറ്റില്ലാതെ തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഈ മൈക്കിൽ വെച്ചിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 മീറ്റർ വ്യത്യാസത്തിലാണ് മാറിയിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം കാറ്റുണ്ട്. അങ്ങ് ദൂരെയാണ് ഫോണിന്റെ ക്യാമറ വരുന്നത്. ഇപ്പോൾ ഇതാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന മൈക്ക്. ഇപ്പോൾ ഇപ്പോഴും ഓണാണ്.
അപ്പോൾ ഇതിന്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം. ഈ ഭാഗത്തായിട്ടാണ് ഞാൻ വെച്ചത് ഇത്രയും നേരം. അടുത്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി സൗണ്ട് കിട്ടുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ സൈഡിൽ എവിടെയെങ്കിലും വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ കാറ്റ് ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. നോയ്സ് എത്രമാത്രം റിഡക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാ ഇപ്പൊ ഒരു കാറ്റും കൂടി വരുന്നുണ്ട്. കിട്ടുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല, വോയിസ് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്പോഞ്ച് ഉള്ള കാരണത്തിന് നോയ്സ് റിഡക്ഷൻ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ പുറത്ത് നമ്മൾ കടൽ തീരത്തൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അവിടെ പോയാലേ അറിയണം. അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക വോയിസ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ ദെൻ, ബൈ ബൈ.